വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വീണ്ടും നമ്മളങ്ങനെ ഒരു അടിപൊളി ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ എന്തായാലും ഇന്ന് എന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും വീണ്ടും നമ്മളങ്ങനെ നമ്മുടെ ബസ് സിമുലേറ്ററിന്റെ വീഡിയോസ് ആയിട്ടാണ് ഗൈസ് നമ്മൾ എന്തായാലും വന്നേക്കണേന്ന് വെച്ചാല്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായത് പക്ഷേ നമ്മൾ 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ബസ് സിമുലേറ്റർ നമ്മൾ കളിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം ഫുള്ളായിട്ട് നമ്മുടെ റേസ് മാക്സ് പ്രോ, ആസ്ഫാൾട്ട്, പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത് നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവ് 3 ആണ്. നമ്മളാണെങ്കിൽ ബസ് സിമുലേറ്ററിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. ഓക്കെ, അതെന്താണ് ഞാൻ കളിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എന്തായാലും ശരിയാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഇപ്പോൾ വേറെ ലെവലായിട്ട് എനിക്ക് എന്തായാലും കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ബസ് സിമുലേറ്ററുകളൊക്കെ. അതേപോലെ തന്നെ വേറെ സീൻ എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഈ ഗെയിം കംപ്ലീറ്റ്ലി എന്തായാലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. അൺഇൻസ്റ്റാൾ മാത്രമല്ല, എനിക്ക് കംപ്ലീറ്റ്ലി എന്തായാലും നമ്മൾ കളിച്ച ഫുൾ ഡേറ്റ എടുത്ത് കളയേണ്ടി എന്തായാലും വന്ന് അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഈ സാധനം റെഡി. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ വണ്ടിയും പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന ബസ്സുകളൊക്കെയാണ്. ഇത് നമ്മുടെ ഈ ഗെയിമിലുള്ളതാണ്. ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തെടുത്തു. ഓക്കെ, ഞാൻ പിന്നെ എപ്പോഴും നമ്മളെന്തായാലും നമ്മുടെ ഇൻട്രോയിങ്ങളൊക്കെ എന്തായാലും എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ നിന്നാണ് കേസ് നമ്മുടെ ബസ് സിമുലേറ്ററിൽ. ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഏതൊരു കാർഡിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഈ ഇൻട്രോയിങ്ങളൊക്കെ എന്തായാലും എടുക്കണം. ഓക്കെ ഗൈസ്, ഇതിൽ ഡയറക്റ്റ് നമ്മുടെ ചാനൽ ഡയറക്റ്റ് ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ തന്നെ വിളിച്ചത് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് അടുത്ത് കൂട്ടുകാരത്തൊക്കെ മാക്സിമം വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ നമുക്കെന്തായാലും നമ്മുടെ ട്രിപ്പുകളൊക്കെ നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ടാക്കാം. ഓക്കെ യെസ് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പുകളൊക്കെ ഫൈനലി അങ്ങനെ സ്റ്റാർട്ടാക്കാനായിട്ട് എന്തായാലും പോകണം. ഇവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ടാക്കിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടികളൊക്കെ റിവേഴ്സ് എടുക്കുക. ഓക്കെ, എന്തായാലും വണ്ടിയുടെ ഹെൽത്തും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ മോശം തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, കുറച്ച് ദൂരം എന്തായാലും മാറിയിട്ടാണ് ഇപ്പം നമ്മുടെ ഈ ഇൻട്രോയിങ്ങളൊക്കെ എന്തായാലും എടുത്തത്. ഓക്കെ, എപ്പോഴും ആ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് മടുത്ത്. നമ്മുടെ ഈ ഗെയിമിൽ എത്ര അപ്ഡേറ്റ് വന്നാലും മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് കേസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ബാക്കൊക്കെ എടുത്താലും നമ്മുടെ റോഡിലുള്ളമാർ പറന്നടിച്ച് വരും കേസ്. അതാണ് കുഴപ്പമെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ട് എന്തായാലും എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും കത്തിച്ചങ്ങ് വിടാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും കേസ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയർ മോഡിട്ട് എന്തായാലും കളിക്കാം കേസ്. ഓക്കെ, ഇൻറ്റീരിയർ മോഡിട്ട് കളിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പുകളൊക്കെ ഫൈനലി അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ വേറെ ലെവലും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയർ മോഡിട്ട് കളിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേസ് നമ്മളെന്തായാലും കളിക്കണേന്ന് വെച്ചാൽ. ഓക്കെ, വണ്ടിയുടെ ഹെൽത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ 93% ഉണ്ട് കേട്ടോ. ഞാൻ വരണ വഴിക്ക് ഒരു ബസ്സുകളൊക്കെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലും പിന്നെ സൈഡിലൊക്കെ കൊണ്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ 2-3 ബസ്. അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ഹെൽത്തുകളൊക്കെ ഇത്രയും കുറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും സീനുകളൊന്നും തന്നെ വരത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ബസ്സുകളൊക്കെ ഓടിച്ചെന്നാലും പോകും. ഇത് പിന്നെ നമ്മുടെ ഗെയിമിലുള്ള ഒരു ബസ്സുകളൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും മാക്സിമം നമുക്ക് എന്തായാലും ഡാമേജ് വരുത്താതെ ഓടിക്കാനായിട്ട് നോക്കാം. ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സ്പീഡ് കാണത്തില്ല. ഓക്കെ, ഇപ്പം ചെറിയൊരു ഡാമേജേ ഉള്ളൂ ഈ വണ്ടിയിൽ കണക്കാക്കും. മാക്സിമം ഡാമേജുകളൊക്കെ വരുത്താതെ നമുക്ക് എന്തായാലും ഓടിക്കുക. വളവൊക്കെ വരുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് തന്നെ എന്തായാലും തിരിക്കാം കേസ്. ഓക്കെ, അധികം ആവേശം കാണിക്കണ്ട. എൻ്റെ മോൻ ഇപ്പം ഇടിക്കുമായിരുന്നു നമ്മൾ പറന്നു വന്നിരുന്നെങ്കിൽ. ഓക്കെ, നമുക്ക് ആ ബസ്സുകാരനെ ഓവർടേക്ക് ചെയ്യാം. കുറേ ദിവസമായി ബസ്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പം അപ്പുറത്തെ സൈഡ് എന്തായാലും എടുക്കുമായിരുന്നു ഗൈസ്. ഓക്കെ, 2 വേ ഭാഗ്യം. ഓക്കെ, നമുക്കെന്തായാലും ഈ ബസ്സിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടികളൊക്കെ തിരിക്കാം. എൻ്റെ പൊന്നെ ഇപ്പം നല്ല സ്പീഡിലാണ് പോണത്. എൻ്റെ ഇപ്പം സൈഡ് ഇടിക്കുമായിരുന്നു, ഭാഗ്യം ഇടിച്ചില്ല. ഭയങ്കര ചെറിയ റോഡാണ്, അതുകൊണ്ട് തന്നെയാണ് സ്പീഡ് എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ ഇവിടെ നല്ല രീതിക്ക് എന്തായാലും ഹോൺ അടിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നമ്മുടെ ഫോണിൻ്റെ ഫുൾ വോളിയം കുറച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ഏതാണ് ഹോണിൻ്റെ സൗണ്ടൊന്നും കേൾക്കാത്ത. ഓക്കെ, നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം ഗൈസ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഓവർടേക്ക് ചെയ്ത് എന്തായാലും കയറിപ്പോവാം. ഓക്കെ, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ളായിട്ട് 1 വേ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്തായാലും ഈസി ആയിട്ട് അവനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ തീരുമാനവും. ഓക്കെ, അത്യാവശ്യം നല്ല വളവുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, എന്തോ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. എൻ്റെ മോനെ. ഓക്കെ, എൻ്റെ മോനെ നമ്മൾ ആ സൈഡ് ഫുള്ളായിട്ട് നമ്മളെന്തായാലും വളച്ച് തിരിച്ച് നമ്മളെന്തായാലും എടുത്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും കത്തിച്ചെന്തായാലും വിടാം ഗൈസ്. എൻ്റെ മോനെ നമ്മളങ്ങനെ സൈഡൊക്കെ കറക്റ്റായിട്ട് നമ്മളെന്തായാലും ഓടിക്കുകയാണ്. നമുക്കൊരു കാര്യം നമുക്ക് എന്തായാലും കുറേ ദൂരം ഇനി എത്തിയിട്ടെന്നാലും കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ്. ഓക്കെ,
അതെപ്പോഴും ഞാൻ പറയണ കാര്യം തന്നെയാണല്ലോ. ഓക്കെ, നമുക്കപ്പോൾ കുറച്ചുകൂടി എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കുറേ നേരമായിട്ട് നമ്മൾ എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ എന്തായാലും ഓടിച്ചോണ്ട് എന്തായാലും നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, എന്തോ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഗെയിമിൽ കണക്കെ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ. ഓക്കെ, ഞാൻ കുറേ മിസ് ചെയ്തൊരു ഗെയിമുകളൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ചില കുറേ ദിവസമല്ലോ ഗൈസ് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ വീഡിയോസുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്തായാലും പ്ലേ ചെയ്യണം. അതുകൊണ്ടാണെന്ന് എനിക്കറിയണം, കുറേ മിസ് ചെയ്തൊരു ഗെയിമുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. അതുപോലെ നല്ല സുഖമാണ് ഈ ഒരു ഗെയിമുകളൊക്കെ കളിക്കാനായിട്ട്. ഓക്കെ, നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു സൂപ്പർ ഗെയിമാണ് ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ എന്തായാലും പഠിക്കാനായിട്ട് പറ്റും ഗെയ്സ്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയണത്. ഓക്കെ, പിന്നെ നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എങ്ങനെയാണ് 83 ആയെന്ന് പറഞ്ഞുതരാം. നമ്മളാണെങ്കിൽ നല്ല സ്പീഡിൽ മറ്റേ ബ്രിഡ്ജിലുകളൊക്കെ ഓടിച്ചുകൊണ്ട് പോവായിരുന്നു. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുകളൊക്കെ ഒരു MGയുടെ കോമറ്റ് വരെ വന്ന് ചാടി തന്നു ഗെയ്സ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ തെറ്റി നേരെ എൻ്റെ ബാക്കിൽ കൊണ്ട് അങ്ങ് ഇടിച്ചേരി കൊടുത്തു ഗെയ്സ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് നല്ല രീതിക്ക് കുറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്നാണ് തോന്നണത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ പോലെ വലിയ പ്രശ്നം തന്നെ ഇല്ല, എപ്പോഴത്തെ പോലെ വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഫുള്ള് ചളിയാണ്. ഓക്കെ, അത് മാത്രമല്ല ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫ്രണ്ടൊക്കെ ഫുള്ള് പൊളിഞ്ഞേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ഒരു കിടിലൻ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഫ്രണ്ടൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ഇടിച്ച് തവിട് കൂടിയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയോളം ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ ഇനിയും വേറെ ലെവലായിട്ടുള്ള ബസ് സിമുലേറ്റർ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം ഇതിലൂടെ ആരെങ്കിലും ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കണും കൂടെ തന്നെ ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്കിടെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.